മുരുക. കരുണാസാഗരഗിരിധരനേ അഖിലാണ്ടേശ്വര മഹേശ്വര. ഓം കുഞ്ഞുട്ടി അവിടെ നിൽക്കുക. ഓ, നിന്റെ അടുത്ത് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്, തറവാട്ടമ്പലത്തിൽ ചെന്ന് ഭഗവതിയെ കാണാതെ ഇവിടേക്ക് ഇങ്ങനെ ഓടി വന്നിട്ട് തന്റെ പ്രശ്നങ്ങളൊന്നും തീരില്ല. നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ ഓച്ചിറയ്ക്ക് പോയി. അവിടുന്ന് ഒരാളെ പരിചയപ്പെട്ടു. അയാൾ ഒരു നമ്പറും തന്നു. അതിലേക്ക് വിളിച്ചപ്പോൾ ശിവരാജൻ എന്നൊരാളാണ് ഫോൺ എടുത്തത്. അയാൾ കൃത്യമായ സ്ഥലവും ശരിക്കും പറഞ്ഞു തന്നു. അവിടേക്ക് ചെല്ലാനും പറഞ്ഞു. ശിവ ശിവ, എന്താ കഥ. ഇന്ന് തന്നെ പുറപ്പെട്ടോളൂ. ഓ, ഭഗവതിയാണ് പ്രതിഷ്ഠ. എന്തൊക്കെ കൊണ്ടുപോകണം? ഒരു നാളികേരം, ചുവന്ന പട്ട്, ചന്ദനത്തിരി. ഭഗവതിയുടെ നടയിൽ വെച്ച് മനസ്സ് തുറന്നങ്ങ് പ്രാർത്ഥിച്ചോ, എല്ലാം ശരിയാവും. ഓ, ഇന്ന് തന്നെ പോയിക്കോളാം. ഹലോ 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 ഹലോ, ആരാണ്? ആ, ഞാനാണെന്നേ. മിനിഞ്ഞാന്ന് വിളിച്ച കുഞ്ഞുട്ടിയില്ലേ? ആ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ആ, നിങ്ങളാണില്ലേ ആള്? ആ, കുഞ്ഞുട്ടി. ആ, അതെ അതെ അതെ. എന്തേ, നിങ്ങള് വിചാരിച്ചത്രയൊന്നും ഇല്ലല്ലേ? ഓ, നിങ്ങളെ അങ്ങ് ബോധിച്ചു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓ, ഭഗവതിയുടെ നടയിൽ പട്ടും തിരിയും എണ്ണയും വെച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ഓ, ഉപദേവതകളെ തൊഴാൻ. അതിപ്പോ ഇപ്പറഞ്ഞ സാധനങ്ങളൊക്കെ എവിടെ കിട്ടും? അകത്തോട്ട് കയറിയാൽ കിഴക്ക് വശത്തായിട്ടൊരു കടയുണ്ട്, അവിടെ കിട്ടും. ഓ, താൻ അങ്ങോട്ട് ചെല്ലേ. ഓ, എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. ഓ, എന്നാ ശരി. ചെല്ലേ. കുഞ്ഞുട്ടി എവിടെ പോയടോ? ആ, അതാ വരുന്നേ. ആ, ഇതാ വരുന്ന. ആ, ഇന്നോനെ തേങ്ങ പിടിച്ചോ? ആ, ഇതന്നെ ഇന്നത്തെ ടച്ചിങ്ങിന് ഇത് മതി. ഇങ്ങോട്ട് ആ, അത് ശരിയാ. ഇത് അമ്പലത്തിൽ മുട്ടിയ തേങ്ങയല്ലേ, അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അമ്പലത്തിലോ കുഞ്ഞൂട്ടിയോ? എന്താ ഇത് കഥ? അതേടോ, തറവാട്ടമ്പലത്തിലാ. സത്യാടോ? അപ്പൊ അതും കണ്ടുപിടിച്ചോ? അതേടോ, അത് കണ്ടുപിടിച്ചു. ഇവിടെയുള്ള കുറച്ച് കുടുംബക്കാരെ മനസ്സിലായി. അതേതായാലും നന്നായി. ഇനിയിപ്പോ കുടുംബക്കാരോട് കടം വാങ്ങാലോ. ഒന്ന് പോടാ അവിടുന്ന്. കുഞ്ഞുട്ടി എന്താ നാടൻ നീളം നടന്ന് കടം വാങ്ങുന്ന ആളാണോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ സ്വത്തും മുതലൊക്കെ ഉള്ള വലിയ തറവാടാണെങ്കിലേ അതിനുള്ള അവകാശം കുഞ്ഞുട്ടിക്കുണ്ടല്ലോ. ഓ, അങ്ങനെ അത് വെച്ച് ചോദിക്കാന്നോ? അത് തന്നെ. ആ, അത് വിട്. ഇന്നത്തെ ചായ കുടിക്കുള്ള കട്ട വെപ്പിക്ക്. ഇന്റെ വകയുള്ള വരട്ടെ വരട്ടെ വരട്ടെ. പിടിക്കെ. കുഞ്ഞൂട്ടി ഇന്ന് പച്ചക്കാണല്ലടാ. അതെ, ഞാൻ ഇന്ന് എന്റെ തറവാട്ടമ്പലം കണ്ടു. ഭഗവതിയോട് നിന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞോ? അവിടെ ഇപ്പൊ ഭഗവതി അല്ല അച്ചാച്ച, ദേവിയാ. എന്താ എന്താ, ഒന്നുകൂടി വിളിക്കടാ. അച്ചാച്ച അച്ചാച്ച, ഞാൻ അപ്പോ എല്ലാം നിനക്ക് മനസ്സിലായി കാണുമല്ലേ? കുഞ്ഞോട്ടി, തിരുവോണത്തിന് മക്കളും മക്കളെ മക്കളും എത്തുന്നുണ്ട്. തറവാട്ടിലേക്ക് നീയും കൂടെ വരണം. ഇക്കുറി ഓണം അച്ചാച്ചന്റെ കൂടെ ആകട്ടെ. ഓ, ശരി. നിങ്ങളും കൂടി വാ. ആയിക്കോട്ടെ. ശരി.
തറവാട്ടമ്പലം തേടി പിടിച്ച് തറവാട്ടിലേക്ക് നുഴഞ്ഞു കയറാമെന്ന് കരുതിയോ നീ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല. നീ വല്ലാതെ പാവം കളിക്കല്ലേ, പാവത്താനാവാൻ നോക്കല്ലേ. വേണ്ട വേണ്ട, ഇടഞ്ഞുന്ന പലരെയും ജീവനോടെ ഈ ചെറുപാടത്ത് ചവിട്ടിത്താട്ട് ചരിത്രം കഴിഞ്ഞില്ലത്തിനുണ്ട്, അത് മറക്കണ്ട. മറന്നാൽ നീ എന്നേക്കുമായി മറക്കും കേട്ടോ പുല്ലേ. എന്താടാ ഹലോ 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 അമ്മേ, അച്ഛന്റെ ഫോണില് രവിയാണ് അമ്മയെ വിളിച്ചത്. എന്താ എന്താ രണ്ടുപേരൊന്നും മിണ്ടാത്തെ? അവർ ഓണത്തിന് വരുന്നില്ലേ? ചത്തും കെട്ടും പോയതൊക്കെ അതോടെ തീരണം. അല്ലാതെ പിന്നെ തറവാട്ടമ്പലം തേടി പിടിച്ച് വന്ന അവകാശം ചോദിച്ചാലുണ്ടല്ലോ, തീർത്ത് കളയും ശിവരാമൻ. നിർത്തടാ, നീയൊക്കെ ആരോടെ ഈ പറയുന്നറിയോ? ഗോമതി വേണ്ട, അവർ പറയട്ടെ. അതല്ലാന്ന്, മക്കള് തെറ്റ് ചെയ്ത അച്ഛനും അമ്മയും ശകാരിക്കില്ലേ, ശിക്ഷിക്കില്ലേ? പടിയരച്ച് പെണ്ണം വെച്ചെന്നാ പറഞ്ഞേ. പിന്നെ ഇപ്പൊ എവിടെ തോന്നു ഈ പുതിയൊരു സ്നേഹം? അതേടാ, എന്റെ വത്സൻ ഒരു അന്യജാതി പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവന്നപ്പോ എന്റെ അന്നത്തെ വികാരം എന്നെ കൊണ്ട് പറയിച്ചതാ. പിന്നീട് ഞാൻ വിവേകത്തോടെ ചിന്തിച്ചപ്പോ അത് തെറ്റാണെന്ന് തോന്നി. അത് തിരുത്താൻ അവൻ എനിക്കൊരവസരം തന്നില്ല. പോയില്ലേ അവനും അവളും കുഞ്ഞുട്ടിയെ തനിച്ചാക്കിയിട്ട്. മതി, ഇങ്ങോട്ട് വാ. നിങ്ങള് എന്താ എന്താ ശിവേട്ട അവിടെ പ്രശ്നം? ഒന്നുമില്ല, നീ ആ തോർത്തിനെടുത്തേ, നടക്ക്. ബലരാമൻ നിന്നെ കാണാൻ വന്നെന്നറിഞ്ഞു. നിങ്ങളുടെ സ്വത്ത് മോഹിച്ചല്ല ഞാൻ തറവാട്ടമ്പലം തേടി നടന്ന്. എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടാണ്. എന്നിട്ട് എന്നെ ആളെ തല്ലിച്ചില്ല നിങ്ങള്. പാടങ്ങോട്ട് നീ ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ? കൃഷ്ണമാമനൊന്നും മിണ്ടായിരിക്കും. ഇങ്ങനെ പ്രായശ്ചിത്തമായിട്ട് മകനെ വളർത്താൻ ഏൽപ്പിച്ചതാ. ഇവിടെ കൃഷ്ണ, അവനെ വിളിച്ചുകൊണ്ടുപോ. ബോധം വന്നിട്ട് സംസാരിക്കാം. പാടങ്ങോട്ട് ബലരാമനും ശിവരാമനും കുഞ്ഞുട്ടിക്ക് പുല്ല നടക്കണ കുഞ്ഞുട്ടീനോടാ. ആ മക്കളെ, അച്ഛൻ വല്ലാതെ ക്ഷണിച്ചു പോയല്ലോ. എടി, നീ പിള്ളേരെ വിളിച്ചോണ്ട് അകത്തോട്ട് ചെല്ലേ, ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. കറങ്ങുന്നൊക്കെ കൊള്ളാം. അലവലാതി പിള്ളേരുടെ കൂടെ കൂടി കള്ളും കുടിച്ചും കൂടി വന്നാലുണ്ടല്ലോ, ഞാൻ എന്റെ പിള്ളേരും കൂട്ടി ബാംഗ്ലൂർ പോവേ. നീ ഒന്ന് വെറുതെ ഇരിക്കടേ. അച്ഛാ, ഞാനിപ്പോ വരാം. ആ മോനെ. സുബേ, ബാബുവിനെ ഇന്നും കണ്ടില്ലല്ലോ. രാവിലെ എങ്ങാനും ഇങ്ങോട്ട് പോന്നിക്കുന്നല്ലോ. വണ്ടി സർവീസിന് കൊടുക്കണമെന്നും പറഞ്ഞ് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലേ? ഇല്ല. എന്നാ അന്ന് വൈകുന്നേരം അങ്ങോട്ട് വരട്ടെ, ഞാൻ കൊടുത്തോളാം. എന്താണ് നേരം വെളുത്തിങ്ങോട്ട് ഇറങ്ങി പോകും.
കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അവര് വലിയ അച്ഛന്മാര്. നിനക്കിന് ഞാനില്ലേ, ഇനി നിന്റെ കൂടെ ഈ പാപ്പനുണ്ടാവും. നീ ഇങ്ങ് വാ. നിങ്ങളും വാടോ, നമുക്കൊന്ന് കൂടാം. ആയിക്കോട്ടെ രവിയേട്ടാ. ആ ഞരന്ത് ചെക്കനോട് ഏറ്റുമുട്ടാൻ നടക്കണ് ഒരു ബലരാമനും ശിവരാമനും. കയ്യൂക്കുള്ളവനോട് ഉശിരുണ്ടെങ്കിൽ കളിക്കടാ. ഞാൻ റെഡിയാ, വാ രണ്ടാളും. രവി എല്ലാരും ഉറങ്ങിയടാ. വാ, വന്ന് വല്ലതും കഴിച്ചു കിടക്ക്. നിന്റെ ശ്രീമതിയെ അറിയാലോ, അവൾ ഉണരണ്ട. വാ. എടാ, നിന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ പാൻ്റ് ഇട്ട് വരണമെന്ന്. അതൊന്നും എനിക്ക് ചേരില്ല പാപ്പ. ഒന്ന് ഇട്ട് നോക്കിക്കൂടായിരുന്നില്ലടാ? അതൊന്നും ചേരൂല അച്ചാച്ച. അതെ രവി പാപ്പ, എനിക്ക് ചെറിയൊരു സംശയം. നീ ചോദിക്കടാ. നിങ്ങളാണല്ലോ എന്നെ തറവാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്തത്. അതിന് തറവാടിന്റെ പേര് അഴിഞ്ഞിലം എന്നല്ലടാ, നിന്റേതാണെങ്കിൽ അഴിഞ്ഞിലം എന്നും. അതുകൊണ്ടായിരിക്കും ആരും പ്രതികരിക്കാത്തത്. കുഞ്ഞൂട്ടിയുടേതാണ് ശരി, അഴിഞ്ഞിലം എന്ന് തന്നെയാണ്. തറവാട്ട് പേര് കടലാസിൽ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതണം, അഴിഞ്ഞിലം. ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്നതാ അഴിഞ്ഞിലം ഭഗവതി. അഴിഞ്ഞിലം ഭഗവതിയെന്ന് ചില ആധുനികന്മാരുടെ ചിന്താഗതി ഭഗവതിയെ ദേവിയാക്കി. ഇനി എന്തൊക്കെ കാണണാവോ? ഓ, അപ്പൊ നാക്ക് പഠിക്കാത്ത ചില നാട്ടുകാരുടെ വാമൊഴിയാണല്ലേ അഴിഞ്ഞിലം എന്ന പ്രയോഗം. അതെ അതെ, അത് തന്നെയാ സത്യം. പിന്നെ പാപ്പ ഗ്രൂപ്പിലൊന്ന് പറഞ്ഞേക്കണം, എന്നെ പറ്റി 2 വാക്ക്. എന്നെ അഴിഞ്ഞിലക്കാരനായിട്ട് ആരും അംഗീകരിക്കുകയൊന്നും വേണ്ട, ഒരു സഹജീവിയായിട്ട് മാത്രം കണ്ടാൽ മതി. നീ അത് വിടടാ, എനിക്ക് നിന്നെ മനസ്സിലാകും. താനെപ്പറ്റി ഇന്നലെ എത്തി. അച്ഛൻ താമ്പൂല പ്രശ്നത്തെ പറ്റി പറഞ്ഞിരുന്നു. അച്ഛനുമായിട്ട് അതൊന്ന് സംസാരിക്കട്ടെ. ഓ, തന്റെ വാനരക്കൂട്ടത്തെയും വിളിച്ചിട്ടുണ്ടല്ലോ ഈ ഓണാഘോഷത്തിന്. വാടോ. ആ, പറഞ്ഞു തീർന്നില്ല, എത്തിയല്ലോ കൂട്ടുകാര്. ഹായ് 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 കുഞ്ഞുട്ടി. ഓ, എന്തല്ല? സുഖായിരിക്കണേ. ശരി. ഓ, അങ്ങോട്ട് കയറിക്കാം. ശുഭേ, ശുഭ കളം വരച്ചോ? ഞാൻ പോയിട്ടോളാം. അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ പോയിട്ടാൽ ഇപ്പോൾ എന്താ? ശുഭ വല്ലതും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. തിരുവോണ ദിവസമായിട്ട് ഇന്നെങ്കിലും ഒന്ന് ചിരിച്ചോണ്ട് നിന്നൂടോ നിങ്ങൾക്കൊക്കെ. പണ്ട് എന്റെ അച്ഛൻ പറയാറുണ്ടായിരുന്നു, പകയും വിദ്വേഷവും ഉള്ളിൽ കൊണ്ടു നടക്കുന്നവർ മനുഷ്യരല്ലെന്ന്. അതല്ലേ അതിന്റെ ശരി രാഘവ? അതന്നെയാ ശരി. ചൊടിച്ചോന്നൊരു കാശി തുമ്പപ്പൂവേ, തുമ്പപ്പൂവേ,
ചൊടിച്ചോന്നൊരു കാശിത്തുമ്പപ്പൂവേ ചന്ദനമേടിറങ്ങും ചെല്ലക്കാറ്റിൻ കൈകളിലാടും കറുകെ കൃഷ്ണകാന്തി തിരുതാഴി തൊടുത്തുമ്പപ്പൂവേ ചൊടിച്ചോന്നൊരു കാശിത്തുമ്പപ്പൂവേ ഓണത്തീണം കേൾക്കുന്നേ തറവാടി മുറ്റമിഴകാൻ പൊൻവെയിലെത്തുന്നേ ചിങ്ങപ്പൊൻവെയിലെത്തുന്നേ ഓണത്തീണം കേൾക്കുന്നേ തറവാടി മുറ്റമിഴകാൻ പൊൻവെയിലെത്തുന്നേ ചിങ്ങപ്പൊൻവെയിലെത്തുന്നേ പൂവാം കുരുന്നിലെ കയ്യൊന്നി മുക്കുറ്റി ചിങ്ങത്തിനത്തം തൊട്ടേ ഓണം വിടരുന്നു പൂവാം കുരുന്നിലെ കയ്യൊന്നി മുക്കുറ്റി ചിങ്ങത്തിനത്തം തൊട്ടേ ഓണം വിടരുന്നു ഓടം തുഴഞ്ഞിടുമ്പോൾ വഞ്ചിപ്പാട്ടിരടിയും ഓടപ്പൂവിറുക്കെ ഓമൽ കൈതഴുകും നേരം പ്രണയിനിയുടെ ചുണ്ടിൽ വിരിയും പുഞ്ചിരിപ്പൂന്നുള്ളും ഇഷ്ടം പുഞ്ചിരിപ്പൂന്നുള്ളും മണ്ണിന്റെ മെതിയടി കേൾക്കുന്നേ മാലാകർ തമ്പ്രാനായി സത്യക്കുന്നേ വർണ്ണപ്പൂക്കൾ ഒരുക്കുന്നേ പൂവാമൊഴിഞ്ഞയും ചേരുളെ നിലപ്പനെ ഉത്രാടരാവിലം വിളിവാനിൽ തെളിയുമ്പോൾ പൂവാമൊഴിഞ്ഞയും ചേരുളെ നിലപ്പനെ ഉത്രാടരാവിലം വിളിവാനിൽ തെളിയുമ്പോൾ ഓമൽ കിനാവിന്നകം വർണ്ണങ്ങൾ തൻ കാലം ഹൃദയം കൈമാറിടും പൊന്നോണ പെൺപൂവേ പ്രിയതമയവൾ പൂവിളി കേൾക്കേ നാണപ്പൂവാകും അവളോ നാണപ്പൂവാകും ആദിത്യനും കൊണ്ടൽ വർണ്ണനും ദേവതയാ ലക്ഷ്മിയും പാർവതിയും പാടി ഉണർത്തുന്നേ ഒഴിയതൻ ദേവതയും ഭഗവാൻ വിഘ്നേശ്വരനും പിന്നെ നാമുകനും കൈലാസേശ്വരനും വന്നെത്തി അനുഗ്രഹമേകിടവേ മാലോകർ മനവും തെളിയുന്നേ തിരുവോണപ്പൊലിയും പുലരുന്നേ മാലോകർ മനവും തെളിയുന്നേ തിരുവോണപ്പൊലിയും പുലരുന്നേ തൊടുതുമ്പപ്പൂവേ ചൊടിച്ചോന്നൊരു കാശിത്തുമ്പപ്പൂവേ തുടുതുമ്പപ്പൂവേ ചുടിച്ചോന്നൊരു കാശിത്തുമ്പപ്പൂവേ ചന്ദനമേടിറങ്ങും ചെല്ലക്കാറ്റിൻ കൈകളിലാടും കറുകെ കൃഷ്ണകാന്തി തിരുതാഴി ഓണത്തീണം കേൾക്കുന്നേ തറവാടി മുറ്റമിഴകാൻ പൊൻവെയിലെത്തുന്നേ ചിങ്ങപ്പൊൻവെയിലെത്തുന്നേ ഓണത്തീണം കേൾക്കുന്നേ തറവാടി മുറ്റമിഴകാൻ പൊൻവെയിലെത്തുന്നേ ചിങ്ങപ്പൊൻവെയിലെത്തുന്നേ അപ്പോ എല്ലാം മറന്നിട്ട് ഒരുമിച്ച് പോവാം. പകയും വിദ്വേഷവും ഉള്ളിൽ വെച്ചിട്ട് എത്ര കാലം ഒരുമിച്ച് പോവും? എന്നാ ശരി, ഞാനങ്ങോട്ട്. വെറുതെ പകയും വിദ്വേഷം കൊണ്ടിടന്നിട്ട് എന്താ ഏട്ടന്മാരെ കൊടു കയ്യിൽ